നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി അന്യോന്യത്തിലേക്ക് സ്വാഗതം. അന്യോന്യത്തിൽ ഇത്തവണ പങ്കെടുക്കുന്നത് കെപിസിസിയുടെ ജനറൽ സെക്രട്ടറിയായ ശ്രീമതി പത്മജ വേണുഗോപാൽ. പത്മജ, നമസ്കാരം. നമസ്കാരം. കെപിസിസി ജനറൽ സെക്രട്ടറിയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടതിൽ വൈകിയാണെങ്കിലും അഭിനന്ദനങ്ങൾ ആദ്യം തന്നെ അറിയിക്കട്ടെ. നന്ദി. 15 വർഷത്തെ ഒരു പൊതുപ്രവർത്തന പാരമ്പര്യത്തിന് പിന്നാലെയാണ് പൊളിറ്റിക്കൽ കരിയറിലെ ഏറ്റവും ഉയർന്ന സംഘടനാപരമായ സ്റ്റേജ് എന്ന് പറയാവുന്ന കെപിസിസി ജനറൽ സെക്രട്ടറി പദത്തിലെത്തിയത്. അപ്പോഴെന്താ തോന്നിയത്? അല്ല, വൈകി കിട്ടിയ ഒരു അംഗീകാരമാണെങ്കിലും തീർച്ചയായിട്ടും അംഗീകാരത്തിന് വിലയുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ വളരെയധികം സന്തോഷം തോന്നി. പാർട്ടി നേതൃത്വം അംഗീകരിച്ചതിൽ പാർട്ടിയോട് വളരെ നന്ദിയും കടപ്പാടും തോന്നി. ഈ പറഞ്ഞതിലെ ആദ്യ ഭാഗം വൈകി കിട്ടിയ എന്നതിന് അടിവരയുണ്ടോ? തീർച്ചയായിട്ടും. കാരണം എന്നേക്കാളും മുമ്പ് വന്നവരും പിന്നിൽ വന്നവരൊക്കെ എന്നെ കടന്നുപോയി. പക്ഷെ അന്നും ഞാനൊരു പരാതിയോ പരിഭവമോ ഒന്നും പറഞ്ഞിട്ടില്ല. കാരണം അർഹതയുണ്ടെങ്കിൽ എന്തായാലും കിട്ടുന്നത് ഏത് ജോലിയിലായാലും, ഇപ്പൊ രാഷ്ട്രീയത്തിൽ മാത്രമല്ല, ഏതിനാണെങ്കിലും നമുക്ക് അർഹതയുണ്ടെങ്കിൽ എന്തായാലും കിട്ടാതിരിക്കില്ല. ആ ഒരു വിശ്വാസക്കാരത്തി ഞാൻ. അത് കഴിഞ്ഞ് 2 ഭാരവാഹി യോഗം കഴിഞ്ഞു. രണ്ടാമത്തെ യോഗം കഴിഞ്ഞതിന് തൊട്ടു പുറകെയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. 2 യോഗങ്ങളിൽ ഉണ്ടായ അനുഭവം എന്താണ്? എന്തു തോന്നി? ഇല്ല, പാർട്ടി ഇപ്പൊ ഞാൻ ഭാരവാഹികളുടെ യോഗത്തില് ഇപ്പൊ പങ്കെടുത്തേ ഉള്ളൂ. മറ്റേ എക്സിക്യൂട്ടീവിൽ ഞാൻ സ്ഥിരം പങ്കെടുക്കാറുണ്ടല്ലോ. അതെ. അപ്പൊ ഭാരവാഹികളുടെ എന്താ വെച്ചാൽ നമുക്ക് കുറച്ചും കൂടി തുറന്ന അഭിപ്രായങ്ങൾ പറയാം. അതിന്റെ ഉള്ളിൽ എന്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുള്ള പാർട്ടിയാണ് കോൺഗ്രസ്. അതുകൊണ്ട് മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം തുറന്നു പറയാൻ ഒരു സന്ദർഭമുള്ള എനിക്ക് വലിയ സന്തോഷം തോന്നി സത്യം പറഞ്ഞ ഈ 2 ഇത് കഴിഞ്ഞപ്പോ. എക്സിക്യൂട്ടീവിൽ എനിക്ക് ഇത്തിരി ആളുകളുള്ളതുകൊണ്ട് പലരും പറയാൻ മടിക്കും. മാത്രമല്ല ഇത്ര അടുത്തടുത്ത് ചേരാറുമില്ല, ഭാരവാഹി യോഗം പോലെ ചേരാറില്ല. ഇല്ല. ഇപ്രാവശ്യം അതല്ല, പാർട്ടി അതിന്റെ ഗൌരവത്തിൽ തന്നെ എടുത്തിട്ടുണ്ട് കാര്യങ്ങളെന്ന് എനിക്ക് ഈ 2 ദിവസത്തെ ഈ 2 പ്രാവശ്യത്തെ ഭാരവാഹി യോഗത്തിന് എനിക്ക് മനസ്സിലായത് പാർട്ടി കാര്യങ്ങളെപ്പറ്റി ഗൌരവമായി പഠിച്ചു തുടങ്ങിയിട്ടുണ്ടെന്നാണ്. അതിൽ വളരെയധികം സന്തോഷം തോന്നി. 69 പേരുള്ള ഒരു സമിതിയാണ് അത്. മൊത്തം എല്ലാവരും കൃത്യമായി പങ്കെടുക്കുകയാണെങ്കിൽ അത്രയും വലിയ ഒരു വേദിയിൽ പത്മജ വേണുഗോപാലിന്റെ സ്വരത്തിന് കോൺഗ്രസ് നേതൃത്വം വില കൽപ്പിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. കാരണം അത് പത്മജ വേണുഗോപാലിന്റെ ഒരു മഹത്വമാണെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. കാരണം ഈ കോൺഗ്രസ് കേരളത്തിൽ ഉണ്ടാക്കിയ ഒരു വ്യക്തി എന്ന നിലയിൽ കെ കരുണാകരന് അദ്ദേഹത്തിന്റേതായിട്ടുള്ള ഒരു പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യത്തിൽ വളർന്നവരാണ് ഞാനും കെ മുരളീധരനും. തീർച്ചയായിട്ടും പൊതുപ്രവർത്തനം എന്ന് പറഞ്ഞാൽ കെ കരുണാകരനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയം ജീവിതം എല്ലാം ഒന്ന് തന്നെയാണ്. അദ്ദേഹത്തിന്റെ വീട്ടില് ചെറുപ്പം തൊട്ട് നമ്മൾ എന്തുകൊണ്ടാണ് പ്രവർത്തകരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുക എന്ന് ഞങ്ങൾക്ക് ഇറങ്ങിച്ചെല്ലണ്ട. കാരണം പ്രവർത്തകർ ഞങ്ങളുടെ കൂടെയാണ് ചെറുപ്പം തൊട്ട്. അപ്പൊ അതുകൊണ്ട് ആ പാരമ്പര്യം നമുക്കുള്ളതുകൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങളുടെ ആ ഒരു കഴിവുകൾ പാർട്ടിക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്നുള്ള വിശ്വാസത്തിലാണല്ലോ നമ്മൾ ഈ പാർട്ടിയിൽ തുടരുന്നതും വന്നതും. അപ്പൊ അതിന്റെ ഒരു അംഗീകാരം പാർട്ടിയുടെ ഉള്ളത് തീർച്ചയായിട്ടും കിട്ടും. കരുണാകരന്റെ ഒരു പാരമ്പര്യത്തിന്റെ തുടർച്ചക്കാരിയായിട്ടുള്ള ഒരു അംഗീകാരം കിട്ടുന്നുണ്ട്. തീർച്ചയായിട്ടും അത് ജനങ്ങളുടെ നിന്നാണ് കിട്ടുന്നത്. കാരണം എനിക്ക് കൂടുതൽ അത് തോന്നിയിട്ടുള്ളത് സാധാരണക്കാരിലേക്ക് ഇറങ്ങുമ്പോഴാണ്, അവരുടെ സ്നേഹം കാണുമ്പോൾ. അപ്പോഴാണ് ഞാൻ കെ കരുണാകരന്റെ മകളായതിൽ ഞാൻ അഭിമാനിക്കാറ്. കെ കരുണാകരൻ എന്ന നല്ലവനായിട്ടുള്ള വ്യക്തിയുടെ, ഒരു രാഷ്ട്രീയക്കാരന്റെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകളല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഒരു സാധാരണ മനുഷ്യസ്നേഹിയായിട്ടുള്ള കെ കരുണാകരന്റെ മകളായിട്ട് ജനിച്ചാൽ അപ്പൊ എനിക്ക് സന്തോഷം തോന്നാറുണ്ട്. കെപിസിസി യോഗത്തിന്റെ വാർത്തകൾ ഇപ്പോ ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ടും ഫ്ലാഷ് ആയിട്ടും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ഇരിക്കുന്നത്. അതിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു വാർത്ത മലപ്പുറത്തെ ഏതാനും സ്കൂളുകൾക്ക് എയ്ഡഡ് പദവി കൊടുക്കണ്ട എന്ന് കോൺഗ്രസ് നേതൃത്വം ആ യോഗം തീരുമാനിച്ചിരിക്കുന്നു എന്നാണ്. കോൺഗ്രസ് ഭരണത്തിൽ ഇടപെടാനും അസപ്റ്റ് ചെയ്യാനും തീരുമാനിച്ചു എന്നതിന്റെ തെളിവാണോ അത്? തീർച്ചയായിട്ടും. കോൺഗ്രസ് പാർട്ടി എന്നും ഇടപെടാറുണ്ട്. പറയേണ്ട കാര്യങ്ങൾ തുറന്ന് ഗവൺമെന്റിനോട് പറയാറുമുണ്ട്. പക്ഷെ ഇടയ്ക്ക് അവർ തമ്മിലുള്ള പാർട്ടിയും ഗവൺമെന്റും തമ്മിൽ ചെറിയൊരു അകൽച്ച, എന്താണ് അതിന്റെ കമ്മ്യൂണിക്കേഷന്റെ കുറവുണ്ടായിരുന്നു. അകൽച്ച എന്ന് പറയാൻ പറ്റില്ല, ഒരു കമ്മ്യൂണിക്കേഷന്റെ കുറവുണ്ടായിരുന്നു. പക്ഷെ അതിപ്പോ പരിഹരിച്ചുകൊണ്ട് വരികയാണ്. അതിന്റെ ലക്ഷണമാണോ ഇന്നത്തെ? തീർച്ചയായിട്ടും. ഇത് മാത്രമല്ല, ഇപ്പോ ഇന്ന് KSRTCയുടെ കാര്യത്തിലാണെങ്കിലും കോൺഗ്രസ് സ്വന്തമായിട്ടുള്ള അഭിപ്രായം തുറഞ്ഞ് ഗവൺമെന്റിനോട് കേന്ദ്രത്തിന്റെ അഭിപ്രായം വരാൻ കാത്തു നിൽക്കണ്ട, ജനങ്ങൾക്ക് സ്വന്തം തീരുമാനമെടുക്കണമെന്ന് കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചു. അതും ഭരണത്തിൽ ഇടപെടുന്നതിന്റെ ഭരണത്തിൽ ഇടപെടുകയല്ല, നല്ല രീതിയിൽ ഇടപെടണം. അതായത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യത്തിൽ കോൺഗ്രസ് ഉണ്ടാവില്ല എന്നൊരു വ്യക്തമായിട്ടുള്ള ഒരു മുന്നറിയിപ്പാണ് ഇന്ന് പാർട്ടി കൊടുത്തത്. അങ്ങനെ വേണം അതിനെ കാണാൻ. തീർച്ചയായിട്ടും.
ഈ നേതൃത്വത്തിൽ ഇടപെടുക എന്നൊക്കെ പറയുമ്പോൾ ഭരണവും സംഘടനയും തമ്മിൽ ഏകോപിപ്പിക്കാൻ ഒരു ഏകോപന സമിതിയൊക്കെ ഇല്ലേ കോൺഗ്രസിൽ? അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. അത് പ്രവർത്തനക്ഷമമല്ലേ? അല്ല, ഇപ്പോഴാണ് പുനഃസംഘടന കഴിഞ്ഞത്. പുനഃസംഘടന കഴിഞ്ഞ് വളരെ കുറച്ച് ദിവസമല്ലേ ആയിട്ടുള്ളൂ. ഏതൊരു പാർട്ടിക്കും തുടക്കത്തിലൊരു ചെറിയ കുറവുകളൊക്കെ ഉണ്ടാവും. പക്ഷെ കോൺഗ്രസ് പാർട്ടി എനിക്ക് തോന്നുന്നത് വളരെ എളുപ്പത്തിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. വളരെ കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ, എനിക്ക് തോന്നുന്നു 1 മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതിനുള്ളിൽ തന്നെ അതിനൊരു ഇതുണ്ടാക്കി അതിന് പ്രത്യേക ജനറൽ സെക്രട്ടറിനെ വെച്ചു. ഗവൺമെന്റും മേത്തർക്കാണ് അതിന്റെ ചാർജ് കൊടുത്തിട്ടുള്ള KPC ജനറൽ സെക്രട്ടറി. അത് വേറെ ഏത് പാർട്ടിയിൽ കാണും ഇങ്ങനെ ഇത്ര പെട്ടെന്നൊരു ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകാൻ? കോൺഗ്രസ് പാർട്ടിക്ക് മാത്രമേ കഴിയുള്ളൂ. ഈ യോഗം കഴിഞ്ഞത് ജയ്പൂരിൽ ചിന്തൻ ശിബിരിന് ശേഷമാണ്. ചിന്തൻ ശിബിര് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുത്തുകൊണ്ടാണ് പിരിഞ്ഞത്. ആ തീരുമാനങ്ങൾ നടപ്പാക്കുന്നതിനെ കുറിച്ച് ഈ യോഗത്തിൽ ആലോചിച്ചെങ്കിൽ എന്തൊക്കെ തീരുമാനം എടുത്തു? അല്ല, അത് കാരണം ഞങ്ങൾക്കിപ്പോ പാർട്ടി കാര്യങ്ങളെല്ലാം നമ്മൾ തുറന്ന് പുറത്ത് പറയില്ല. കാരണം ഇപ്പോ ഭാരവാഹികളുടെ യോഗത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾ കുറച്ച് ആൾക്കാരെ എന്നാലും ജനങ്ങളോട് പറയാവുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും എന്താണ് അതിലെടുത്ത് അതിന്റെ തുടർച്ചയാണ് ഇന്ന് വന്ന ഇത്. കാരണം അല്ലെങ്കിൽ ഇത്ര പെട്ടെന്ന് മീറ്റിംഗ് വിളിക്കാനും ഒന്നൊരു തീരുമാനം എടുക്കില്ല. പക്ഷെ അതിന്റെ തീരുമാനങ്ങൾ പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി വൈസ് പ്രസിഡന്റായിട്ട് ചാർജ് എടുത്തു. അപ്പൊ നമ്മളൊരു യങ് ഇന്ത്യ എന്നൊരു സങ്കല്പം പ്രാവർത്തികമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് കോൺഗ്രസ് മുന്നോട്ടേക്ക് ഇറങ്ങിയിട്ടുള്ളത്. പത്മജ മുന്നിലിരിക്കുമ്പോൾ ജയ്പൂർ ശിബിരിൽ നിന്നുള്ള തീരുമാനങ്ങളെ കുറിച്ച് ആലോചിച്ചാൽ 30% എല്ലാ തലങ്ങളിലും വനിതകൾക്ക് പ്രാതിനിധ്യം കൊടുക്കണം എന്ന് ആ സമ്മേളനം തീരുമാനിച്ചിട്ടുണ്ട്. അത് കേരളത്തിൽ നടപ്പാക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും. അത് പ്രത്യേകിച്ച് അതിനെപ്പറ്റി ചോദ്യം ഉണ്ടായിരുന്നു. അപ്പൊ പ്രസിഡന്റ് പറഞ്ഞു തീർച്ചയായിട്ടും ആ 30% എല്ലാ തലത്തിലും ഉണ്ടാവും എന്നുള്ള തന്നെയാണ് ഇന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് KPC പ്രസിഡന്റ്. അപ്പോ പുനഃസംഘടന കഴിഞ്ഞു നിൽക്കുകയാണ്. KPCC പുനഃസംഘടന കഴിഞ്ഞു. DCC പ്രസിഡന്റുമാരും വരെ ആയിട്ടുള്ളൂ. ഇനി DCCകൾ സംഘടിപ്പിക്കണം, അതുപോലെ തന്നെ ബ്ലോക്ക് സംഘടിപ്പിക്കണം, മണ്ഡലങ്ങൾ സംഘടിപ്പിക്കണം, വാർഡ് കമ്മിറ്റികൾ സംഘടിപ്പിക്കണം. അതിനിടയിൽ പഞ്ചായത്ത് എന്നൊരു തലം കൂടി വേണം എന്നും ജയ്പൂർ സമ്മേളനം പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ സംഘടിപ്പിക്കുമ്പോൾ ഇത്തരത്തിലുള്ളൊരു പ്രാതിനിധ്യം 30% സ്ത്രീ പ്രവർത്തകർക്ക് പങ്കാളിത്തം അത് കേരളത്തിലെ സംഘടന ഉറപ്പാക്കുമോ? തീർച്ചയായിട്ടും. ഇപ്പൊ പഞ്ചായത്തുകളിൽ തന്നെ 50% ഏകദേശം ഇപ്പൊ സ്ത്രീകൾക്കുണ്ടല്ലോ. പക്ഷേ തെരഞ്ഞെടുക്കപ്പെട്ട പാർട്ടി സംഘടന ഇല്ല, പാർട്ടി അത് തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം ഇപ്പൊ നമ്മൾ അന്നൊക്കെ ആലോചിച്ചു ഇത്രയും വനിതകള് ഈ രംഗത്തേക്ക് കടന്നു വരും നമ്മൾ ആലോചിച്ചു. അപ്പൊ തീർച്ചയായിട്ടും പാർട്ടിയിൽ ബുദ്ധിമുട്ട് ഒരിക്കലും ഉണ്ടാവില്ല. കാരണം കോൺഗ്രസിലെന്നല്ല എല്ലാ പാർട്ടികളിലും സ്ത്രീകൾക്കും താല്പര്യമുണ്ട്. ഈ പുരുഷനോട് തന്നെ വിവരവും അതിനെപ്പറ്റിയുള്ള അറിവും സ്ത്രീകൾക്കുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ സ്ത്രീകൾ മുന്നിലേക്ക് വരുന്നതിൽ ആരൊക്കെയോ ഒരു തടസ്സമായിട്ട് നിന്നിരുന്നു. അത് പലപ്പോഴും എനിക്ക് തന്നെ തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ ശ്രീ രാഹുൽ ഗാന്ധിയുടെ ആ ഒരു തീരുമാനത്തോടുകൂടി വനിതകൾക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ശുഭപ്രതീക്ഷയാണ് ഭാവിയെ പറ്റി. തീർച്ചയായിട്ടും ആ ഒരു 30% വനിതകൾക്ക് കിട്ടും തന്നെയാണ് എന്റെ ഉറച്ച വിശ്വാസം. കേരളത്തിലെ കോൺഗ്രസ് 30% സ്ത്രീ പങ്കാളിത്തം കൊടുക്കുകയാണെങ്കിൽ അതിന്റെ ഒരു മുൻനിരയിൽ തന്നെ പത്മജ വേണുഗോപാൽ ഉണ്ടാവില്ലേ? അവരുടെ കൂടെ ഉണ്ടാവും. മുൻനിരയിലാണോ പിൻനിരയിലാണോ എന്ന് ജനങ്ങളാ തീരുമാനിക്കേണ്ടത്. എന്തായാലും അവരുടെ കൂടെ ഞാനുണ്ടാവും.